ഹായ് ഹലോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നൊരു പേപ്പർ സ്റ്റാർ ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണേ. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിരുന്നല്ലോ. അത് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ബൈൻഡൊന്നും ഇല്ലാത്തൊരു ബുക്കല്ലേ. അതിനകത്ത് നിന്ന് കുറച്ച് പേപ്പേഴ്സ്, ഒരു 10-12 പേപ്പർ ഇളക്കി എടുക്കുക. പിന്നെ ഒരു ഗ്ലൂ, ഒരു സിസേഴ്സ്, പിന്നെന്താ ഒരു പെൻസിലൂടെ നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ചെയ്തെടുക്കാം. ഈ നമ്മുടെ കയ്യിലുള്ള പേപ്പർ 2 സൈഡിലേക്ക് ഇങ്ങനെ മടക്കി, അതായത് ഒരു ബാഗിൽ നമ്മൾ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു വശം ഇങ്ങനെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറുകെ ഉണ്ടല്ലോ, അതായത് നടുവിലേക്കും കൂടി അതൊന്ന് മടക്കിയതിന് ശേഷം തന്നെ ഞാൻ ഈ കാണിക്കുന്നത് പോലെ നടുവിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഗ്ലൂ ഒട്ടിച്ചത് മൊത്തത്തിൽ ഒട്ടിക്കണ്ട കേട്ടോ, ഒരു വര പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ അത് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള അത്രയും പേപ്പേഴ്സും നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ എന്താ ഇവിടെ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടുന്നത് ഇങ്ങനെ കട്ടിയുള്ളൊരു പേപ്പറിനകത്ത് നമ്മളിങ്ങനെ ഒരു ഡിസൈൻ, അതായത് നമ്മളെടുത്ത പേപ്പറിൻ്റെ അതേ വിട്ടുള്ളൊരു പേപ്പറിൽ സൈഡ്സ് രണ്ടും ജോയിൻ്റ് ഉള്ള രീതിയിൽ, അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സ്പേസ് ഒന്നും ഇല്ലാണ്ട് ആ സൈഡിൽ ഞാൻ കൊടുത്തിരിക്കുന്ന സെമി സർക്കിൾ ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പേപ്പർ എടുത്തിട്ട് നടുവെന്ന് മടക്കിയിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു ഡിസൈൻ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് സാധനം കിട്ടും. 2 സൈഡിൽ ഈക്വൽ ആയിട്ടുള്ള സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൈഡ് വിട്ട് പോകാൻ പാടില്ല. എന്നിട്ട് അതിങ്ങനെ അളവായിട്ട് വെച്ചിട്ട് നമ്മുടെ എല്ലാ പേപ്പേഴ്സും അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഇതിനെ ആ സ്റ്റാൻഡ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ കാണിച്ചത് മാതിരി ആ T ഷേപ്പിൽ, അതായത് അടിഭാഗത്ത് സ്ട്രെയിറ്റ് ആയിട്ടും പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ പേപ്പർ ഒട്ടിച്ചെടുത്ത പോലെ കുറുകയും, അതായത് T ഷേപ്പിൽ മാത്രം, അത് മൊത്തം ഒട്ടിക്കാൻ പാടില്ല, ഒരു ലൈൻ പോലെ മാത്രം ഗ്ലൂ തേച്ചാൽ മതി കേട്ടോ. അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാർ റെഡി. ഇതിനായിട്ട് നമുക്കിനി അവസാനമായിട്ട് ആ ലാസ്റ്റ് 2 ലീവ്സ് ഉണ്ടല്ലോ, അതും കൂടെ പരസ്പരം ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഞാൻ അതിങ്ങനെ ഒട്ടിക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പരിപാടി കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മൾക്കിത് ഹാങ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒരു ലീഫിൻ്റെ ഇത്തിരി താഴേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്ട്രിങ് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ്. ഇതാ കണ്ടോ, നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള സ്റ്റാർ റെഡി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.